ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുല ചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ദൈവരാജ്യം അന്വേഷിക്കുവാൻ നമ്മോട് പറഞ്ഞു തരുന്ന യേശു, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു ടോട്ടൽ ഫ്രീഡം സ്റ്റേജിലേക്ക് എത്തുമെന്ന് നമ്മോട് പറയുന്ന ക്രിസ്തു. എന്താണ് ആ സ്റ്റേജ്? എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ചിന്തയില്ലാത്ത, മനസ്സ് ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് കലങ്ങാത്ത, എൻ്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടവും പിതാവാം ദൈവം കാണുന്നു, എൻ്റെ സൃഷ്ടികർത്താവിന് എന്തൊക്കെയാണ് എനിക്ക് ആവശ്യം എന്ന് നന്നായി അറിയാം, എൻ്റെ നന്മയ്ക്കായി മാത്രമാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത് എന്ന ചിന്ത മനസ്സിനെ ആത്മീകമായി കീഴ്പ്പെടുത്തുന്ന ഫ്രീഡം സ്റ്റേജ്. ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന എന്നെ എൻ്റെ പിതാവാം ദൈവം കാത്തു പരിപാലിച്ചു കൊള്ളും. കാരണം ഞാൻ അവിടുത്തെ രാജ്യം അന്വേഷിച്ച് കണ്ടെത്തുകയും ആ രാജ്യത്തിൽ ജീവിക്കുകയും ഞാൻ ജീവിക്കുന്ന ദൈവരാജ്യത്തിൽ ഞാൻ ചെയ്യേണ്ട പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നു എന്ന് നാം ഓരോരുത്തർക്കും ധൈര്യപൂർവ്വം നമ്മുടെ പിതാവിനോട് പറയുവാൻ സാധിക്കണം. എന്തൊക്കെയാണ് ഞാനായിരിക്കുന്ന ദൈവരാജ്യത്തിൽ എൻ്റെ കുറവുകളിൽ, എൻ്റെ പ്രയാസങ്ങളിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത്? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, അയൽക്കാരെയും സുഹൃത്തുക്കളെയും, എന്തിനധികം നമ്മെ വേദനിപ്പിക്കുന്നവരെയും സ്നേഹിക്കുവാൻ ആവശ്യപ്പെടുന്ന നാം ആയിരിക്കുന്ന ദൈവരാജ്യം. പ്രത്യേകിച്ച് കുടുംബത്തിൽ പരസ്പരം മനസ്സിലാക്കിയും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിച്ചും, തെറ്റുകൾ സംഭവിക്കുമ്പോൾ കുറ്റപ്പെടുത്താതെ ക്ഷമിച്ചും, സ്വന്തം സൗകര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ നന്മയ്ക്കും സൗകര്യങ്ങൾക്കും മുൻഗണന കൊടുത്തും, കുറവുകളും വ്യത്യാസങ്ങളും അംഗീകരിച്ചുള്ള പരസ്പര സ്നേഹം. വഴക്കുണ്ടാകുമ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് സ്ഥാപിക്കുന്നതിന് പകരം ആരാണ് ജയിക്കുന്നത് എന്നതിന് പകരം സമാധാനം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന സ്നേഹം. വീണ്ടും ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ് വിശക്കുന്നവർക്കും ആവശ്യക്കാരനും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്യുക എന്നത്. പ്രശസ്തിക്കോ പ്രശംസയ്ക്കോ വേണ്ടിയല്ലാത്ത വിനയത്തോടെയുള്ള സേവനങ്ങൾ. ദുഃഖത്തിലിരിക്കുന്നവരെ, പ്രയാസത്തിലിരിക്കുന്നവരെ, രോഗികളെ ആശ്വസിപ്പിക്കുന്ന, അവരെ സഹായിക്കുന്ന, കരുണ പുറപ്പെടുവിക്കുന്ന ദൈവരാജ്യത്തിലെ പൗരന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ. സത്യസന്ധതയും നീതിയും വാക്കിലും പ്രവൃത്തിയിലും പാലിച്ച്, ആരെയും അന്യായമായി വേദനിപ്പിക്കാതെ, വഴക്കുകൾ ഉണ്ടാക്കുന്നതിനു പകരം സമാധാനം സ്ഥാപിക്കുന്നവരായി, കേൾക്കുന്ന ദൈവവചനം കേൾവിയിൽ മാത്രം ഒതുക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുമ്പോൾ നമുക്കും സന്തോഷിക്കാം. നാം നമ്മുടെ ദൈവം നൽകിയ ഓരോ കഴിവും മറ്റുള്ളവരുടെ നന്മയ്ക്കായി, ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുന്നവരും അവൻ്റെ രാജ്യം അന്വേഷിച്ച് കണ്ടെത്തി അതിൽ ജീവിക്കുന്നവരും ആകുമ്പോൾ എന്ത് തിന്നും എന്തു കുടിക്കും എന്ന് ചിന്തിച്ച് നാം ഭാരപ്പെടേണ്ട. കാരണം നാം ആയിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അധിപന്, പിതാവാം ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ നന്നായി അറിയാം. അങ്ങനെ ഒരു ഉത്തമ വിശ്വാസത്തിൽ നമുക്കായിരിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.